ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SLC ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചാപ്റ്റർ 1 ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 2 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതാണ്? നമ്മുടെ ചാപ്റ്റർ 2 ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എന്നുള്ള ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഇതിലെ നമ്മൾ 3 to 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ കമ്പോസിഷൻ ഓഫ് ദ 3 estates in the 18th century France. അപ്പോൾ ഒരു കുട്ടിയുടെ സജഷൻ ആയിരുന്നു മലയാളം ഉൾപ്പെടുത്താമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ 18th century ഫ്രാൻസിലുള്ള ആ 3 എസ്റ്റേറ്റിനെ കുറിച്ച് ഒന്ന് പറയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 estates. ഫസ്റ്റ് എസ്റ്റേറ്റ് കൺസിസ്റ്റഡ് ഓഫ് ദ ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് കംപ്രസ്ഡ് ദ നോബിൾസ്, ആൻഡ് ദ തേർഡ് എസ്റ്റേറ്റ് ഇൻക്ലൂഡഡ് ദ കോമൺ പീപ്പിൾ, സ്പെസിഫിക്കലി ദ മിഡിൽ ക്ലാസ് വർക്കേഴ്സ് ആൻഡ് പെസൻസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, 18ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ 3 എസ്റ്റേറ്റുകളുടെ ഘടനയെ കുറിച്ച് സംക്ഷിപ്തമായി വിവരിക്കുക. ഓക്കെ, ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി വിഭജിച്ചു. ഫസ്റ്റ് എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ ഉൾപ്പെടുന്നു, സെക്കൻഡ് എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ ഉൾപ്പെടുന്നു, തേർഡ് എസ്റ്റേറ്റിൽ സാധാരണക്കാർ, പ്രത്യേകിച്ച് മധ്യവർഗം, തൊഴിലാളികൾ, കർഷകർ എന്നിവ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസോ 1 word ക്വസ്റ്റ്യൻസോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, സജഷൻസ് പറയുക. അപ്പൊ കുറച്ച് കുട്ടികൾ നമ്മളോട് പേഴ്സണലായി ചോദിച്ചു, ചേച്ചി ബാച്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ടോ നമുക്ക് എന്നുള്ളത്. ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അപ്പോൾ പറയാം. അടുത്തതാണ്, വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ദ ബോർബൺ ഡൈനസ്റ്റീസ് റൂൾ ഇൻ ഫ്രാൻസ് പ്രയർ ടു ദ റെവല്യൂഷൻ? എന്തായിരുന്നു? ദ ബോർബൺ ഡൈനസ്റ്റി ഹാവ് റൂൾഡ് ഫ്രാൻസ് ഫോർ ഡിക്കേഡ്സ് അണ്ടർ എ ജനറലി despotic regime. The rulers believed in their divine right to rule and often governed autocratically, not summoning the states, the general parliament for long periods. എന്താ പറയുന്നത്, വിപ്ലവത്തിന് മുമ്പ് ഫ്രാൻസിലെ ബർബൺ രാജവംശത്തിന്റെ ഭരണത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്ന ബർബൻ രാജവംശം പൊതുവെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ കീഴിലായിരുന്നു. ഭരണാധികാരികൾ ഭരിക്കാനുള്ള തങ്ങളുടെ ദിവ്യാവകാശത്തിൽ വിശ്വസിച്ചു. പലപ്പോഴും എസ്റ്റേറ്റ് ജനറലിനെ പാർലമെന്റ് ദീർഘകാലത്തേക്ക് വിളിച്ചുകൂട്ടാതെ സ്വേച്ഛാധിപത്യപരമായി ഭരിച്ചു. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. Explain the divine right theory believed in by the Bourbon rulers. According to the divine right theory, the king is the representative of God on earth and derives his authority directly from God. Therefore, the king is accountable for his actions only to God, not to the people or any earthly institution like a parliament. എന്താണ് ബർബൻ ഭരണാധികാരികൾ വിശ്വസിച്ചിരുന്ന ദൈവിക അവകാശ സിദ്ധാന്തം വിശദീകരിക്കുക. ഓക്കെ, ദൈവിക അവകാശ സിദ്ധാന്തത്തിന് അനുസരിച്ച് രാജാവ് ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അവന്റെ അധികാരം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നു. അതിനാൽ രാജാവ് തന്റെ പ്രവർത്തികൾക്ക് ദൈവത്തോട് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, ജനങ്ങളോടോ പാർലമെന്റ് പോലുള്ള ഏതെങ്കിലും ഭൗമിക സ്ഥാപനങ്ങളോടോ അല്ല. ഇതായിരുന്നു നമ്മുടെ ഡിവൈൻ റൈറ്റ് തിയറി കേട്ടോ. അടുത്ത്, ഐഡന്റിഫൈ 2 major issues during the reign of Louis XV that caused problems for France. First one, the corruption and extravagance of the ruler. Second one, continuous wars waged by him, which added to the country's misery and debt, leading him to impose new taxes. എന്താ പറയുന്നത്, ലൂയി 14 ഭരണകാലത്ത് ഫ്രാൻസിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച 2 പ്രധാന പ്രശ്നങ്ങൾ തിരിച്ചറിയുക. ഒന്ന്, എന്താണ്? ഭരണാധികാരിയുടെ അഴിമതിയും ധൂർത്തും. 2, അദ്ദേഹം നടത്തിയ തുടർച്ചയായ യുദ്ധങ്ങൾ രാജ്യത്തിന്റെ ദുരിതവും കടവും വർദ്ധിപ്പിച്ചു. പുതിയ നികുതികൾ ചുമത്തുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. നമുക്കറിയാം, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് മുഴുവനായിട്ടും ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ 18th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ക്ലാസ്, അതായത് ഇതുപോലെ ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഡു ഫോളോ ഫോർ മോർ.